അപ്പോൾ നമ്മൾ മാരുതി 800-ൻ്റെ അടിയിൽ വരുന്ന വാട്ടർ ലീക്കേജ്, അതായത് റേഡിയേറ്ററിൽ നിന്നുള്ള വെള്ളമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് പറയുന്ന സമയത്ത് ഇവിടെ വാട്ടർ ഇൻലെറ്റ് വരുന്നുണ്ട്, ഇവിടെ ഒരു എൽബോ ടൈപ്പ് വരുന്നുണ്ട്. അതിൻ്റെ എൻഡിലുള്ള ആ ഒരു പോർഷൻ പൊട്ടിപ്പോയി, അതായത് നമ്മളെ പൈപ്പ് ഇറക്കി വെക്കുന്ന ഒരു സാധനമാണ്. ആദ്യമായിട്ട് ഞാൻ MC-യിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നോക്കി. അപ്പോൾ കുറച്ച് സമയം കുഴപ്പമില്ലാതെ ഇരുന്നു. അപ്പോൾ അതിന് ശേഷം ലീക്കേജ് വീണ്ടും വന്നു. അപ്പോൾ ഈ കാണിച്ച പൈപ്പിൻ്റെ കണക്ട് ചെയ്യുന്ന അവിടെ ഒരു കണക്ടർ പിന്ന് പോലെയുള്ളൊരു സാധനമുണ്ട്, അതാണ് പൊട്ടിപ്പോയത്. അത് അഴിക്കണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഹെഡിൻ്റെ പോർഷൻ മൊത്തം അഴിക്കണം, അപ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്ത ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം അതിൻ്റെ രണ്ട് വശങ്ങളിലും ഒരെണ്ണം പൂർണ്ണമായിട്ട് പൊട്ടി, മറ്റേത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലുണ്ട്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഇവിടെ MC-യിലൊക്കെ ഇട്ടിട്ടുണ്ട്, അത് സക്സസ് അല്ല. അതിന് ശേഷമാണ് നമ്മൾ അഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ ഈ പിന്ന് കട്ടിംഗ് പ്ലെയർ വെച്ചിട്ടാണ് നമ്മൾ പ്രസ് ചെയ്തിട്ട് വലിക്കുക. നല്ല ഹാർഡായിരിക്കും, കുറച്ച് ടാസ്ക് പിടിച്ച പണിയാണ്. ഗ്ലൗസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രിപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോർഷനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഊരുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണിക്കുന്നത്. ഡേർട്ടും ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ട്. ആ പൈപ്പൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊരു തുരുമ്പ് പോലെയുള്ള മെറ്റീരിയലൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ അഴിച്ചെടുത്ത പീസ്. വേറെ 130 രൂപയാണ് ഒറിജിനൽ പാർട്സിന് വരുന്നത്. ഈ കാണുന്ന എൻഡിൽ വരുന്ന ഒരു പൈപ്പ് പൊട്ടിപ്പോയി. ഒന്നിക്ക് ലൈറ്റ് കൊടുത്ത് ചെയ്യാം, അതല്ല പുതിയ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. 800-ൻ്റെ ഇത് MPFI വണ്ടിയാണ്, ഒരു 14 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ വരുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യിക്കുന്ന ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള 10-ൻ്റെ ഒരു ടീ സ്പാനറാണ്. അപ്പോൾ താഴെയും മുകളിലും 2 ബോൾട്ട് വരുന്നുണ്ട്. അത് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്പാനർ കറക്റ്റ് വെച്ച് നോക്കിയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബെൻഡാക്കി വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കുറച്ചും കൂടി 2 മുകളിലെയും താഴത്തേതും ആ ഒരു ബെൻഡിൽ തന്നെ, അതായത് ബെൻഡ് ചെയ്ത് വെച്ച അതേ പൊസിഷനിൽ നമുക്ക് അഴിക്കാൻ വേണ്ടി പറ്റില്ല. മുകളിലത്തെ അഴിക്കുക, അതുപോലത്തെ താഴത്തെ അഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കുറച്ചുകൂടി ബെൻഡ് നിവർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം പതിയെ അഴിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത ആ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ പുതിയ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അനാബോണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫിക്സ് ചെയ്യുക. നന്നായിട്ട് ഗമ്മൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഫിക്സ് ചെയ്യുക, വീണ്ടും ലീക്കേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ റേഡിയേറ്ററിൽ ഇതിൻ്റെ വെള്ളം മൊത്തം ഒഴുകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേഡിയേറ്ററിൽ നമ്മൾ കൂളൻ്റ് അല്ലെങ്കിൽ ആദ്യം നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ച് നോക്കുക കുറച്ച്. അപ്പോൾ ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ കൂളൻ്റ് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് കൂളൻ്റ് ഫില്ലാവുന്നതാണ്. അപ്പോൾ ഇത് പുറത്തു കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒന്നിക്കതിൻ്റെ ഹെഡ് പോർഷൻ, ഈ കാണിക്കുന്ന ആ ഒരു പോർഷൻ മൊത്തം അഴിച്ചിട്ടാണ് അവർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു 100 രൂപ 200 രൂപയുടെ ഉള്ളിൽ, അല്ല മാക്സിമം ഒരു 300 രൂപയുടെ ഉള്ളിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, സജഷൻസ് എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.